ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനം നിർബന്ധിത മതപരിവർത്തനവും ആരോപിക്കപ്പെട്ട അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി. ഈ ശരിക്കും ആ ജാമ്യം കിട്ടിയതോടുകൂടി കേസ് തീർന്നു എന്ന മട്ടിലാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ സംസാരിക്കുന്നത്. കന്യാസ്ത്രീകളും വലിയ സന്തോഷത്തിലാണ്, ജാമ്യം കിട്ടി, അവരുടെ സന്തോഷം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ മാധ്യമങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ കിടന്ന് തുള്ളുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ആ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതേ ഇല്ല. എന്തൊക്കെയാണ് കോടതി ആ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്? കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പ്രശാന്ത്, ഇതൊരു കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ. ഈ കന്യാസ്ത്രീകൾ അവർക്ക് വിധി കൊടുക്കാൻ ഒരു അപൂർവ ഒരു ഫീലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് NIA സ്പെഷ്യൽ കോർട്ട് ഹാൻഡിൽ ചെയ്ത കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് മനുഷ്യ കടത്തുന്ന വരുമ്പോഴത്തേക്കും സാധാരണ സെഷൻ കോടതിയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയോ ഇത് എടുക്കില്ല. അത് NIA കോടതിയാണ് ഹാൻഡിൽ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളുടെ പരാതിയിന്മേലാണ് FIR രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ ഒരു ക്രിമിനൽ ഒഫൻസ് ആണെങ്കിൽ സ്റ്റേറ്റ് എടുക്കും. അപ്പോൾ അവരൊരു പബ്ലിക് പ്രോസിക്യൂട്ടറിനെ നിയമിക്കും. അപ്പോൾ അതോടെ ഈ പരാതിക്കാരൻ്റെ ഇത് കാര്യം അവിടെ തീർന്നു. പിന്നെ ഈ പരാതിക്കാരൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് സുപ്രീം കോർട്ട് ഒരു ഇത് വിധി കൊണ്ടുവന്നു. ഒരു റൂളിംഗ് ഇറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരനും ഉണ്ടാവുമല്ലോ അറിയാൻ അങ്ങയുടെ ഒരു FIRന്റെ മേലെ എന്ത് ജഡ്ജ്മെന്റാണ് വന്നത്, അതിൽ എത്രത്തോളം ന്യായം നടപടി എടുത്തു അറിയണമല്ലോ. അതുകൊണ്ട് അറിയാനുള്ള അവകാശമുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ പരാതിക്കാരനും ഒരു വക്കീലിനെ വെക്കാനുള്ള റൈറ്റ് കിട്ടി. അങ്ങനെ ഇവിടെ ഒരു ബജ്രംഗ് ദളിന്റെ ഒരു രവി നിഗം എന്ന് പറഞ്ഞാണ് പരാതിക്കാരൻ. ഇതിപ്പോ നമുക്ക് ഒന്ന് ഫ്ലാഷ് ബാക്കിൽ പോയി കഴിഞ്ഞാൽ 3 പെൺകുട്ടികൾ, നാരായൺപൂരിലെ 3 പെൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ 19 വയസ്സുകാരനായ അയാളുടെ പേര് വന്നിട്ട് എന്തുവായിരുന്നു, ഒരു മാണ്ഡവി, സുക്മൻ മാണ്ഡവി, 19 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അവൻ കൊണ്ടുവന്നു. അവിടെ നോക്കുമ്പോൾ 2 കന്യാസ്ത്രീകൾ ഉണ്ട്. അവര് മറ്റേ CC സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റിൽ പെട്ട 2 സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഇവരെ കൈമാറുന്നു. അപ്പോൾ ഇത് കണ്ടു നിന്ന് ബജ്രംഗ് ദളിലെ ഈ പരാതിക്കാരൻ രവി നിഗം ഇമ്മീഡിയറ്റ്ലി പോലീസിനെ അറിയിച്ചു. അപ്പോൾ നിർഭാഗ്യവശാൽ ബജ്രംഗ് ദളിലെ പേഴ്സണാണ്, അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ അവരുടെ ആൾക്കാരും വന്നു. അപ്പോൾ അവിടെ എന്ത് പ്രശ്നം വെച്ചാൽ നക്സൽ ഏരിയയാണ്. നക്സൽ ഏരിയയിലുള്ള പെൺകുട്ടികൾ ഇതിന് മുന്നേയും ഇതുമാതിരി മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ മറ്റേ എന്താ പറഞ്ഞത് ജോലിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പേരിലാണ് അവരവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതേമാതിരി ഈ ക്രിസ്ത്യൻസ് ആൾക്കാരെ അവിടെ കണ്ടിട്ടുണ്ട്. മറ്റേ പള്ളിയിലച്ചന്മാരെ ആയാലും ശരി, ഈ സന്യാസികളെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡൗട്ട് കാരണം ഇനി നമ്മുടെ കുട്ടികൾ അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും ഇടപെട്ടു. തെറ്റായിരിക്കാം, വളരെയധികം തെറ്റ് തന്നെയാണ്. പക്ഷെ ഇവരും ഇടപെട്ടു, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇടപെട്ടു. ഇവരെല്ലാവരും കൂടി പോലീസിലേക്ക് അവർ കൊണ്ടുപോയി. അപ്പോൾ പോലീസുകാർ ഇവിടെ ഒരു സംഭവം ചെയ്തു, അവരൊന്നും ചെയ്തില്ല എന്നുള്ളത്. ഇവരെ കൊണ്ടുപോയി കേസ് രജിസ്റ്റർ ചെയ്തു. അവർ ബജ്രംഗ് ദളിന് അഗേൻസ്റ്റ് ഒന്നും ചെയ്തില്ല. കാരണം അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. പൊളിറ്റിക്കൽ പ്രഷർ അവിടുത്തെ അവിടുത്തെ കോൺഗ്രസ്, ഛത്തീസ്ഗഡ് കോൺഗ്രസോ അവിടുത്തെ പൊളിറ്റിക്കൽ പ്രഷർ അവിടെ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അവർ മിണ്ടാതെ ആ കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്തു അവർക്ക് അഗേൻസ്റ്റ്. അപ്പോൾ എന്ത് പറ്റി, ഇവർ കുരുക്കിൽപ്പെട്ടു. ഇവർക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. അപ്പോൾ കന്യാസ്ത്രീകളാണ്, മലയാളികളാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ആൾക്കാരെല്ലാം കൂടി ഇടപെട്ട് കേരളത്തിൽ വൻ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റീഷ്യൻസ്, MP-മാർ അങ്ങോട്ടെത്തി. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ? പാവപ്പെട്ട് ആൾക്കാർക്ക് മര്യാദയ്ക്ക് ഒരു സംവിധാനങ്ങൾ ഒരുക്കണതിന് പകരം ഇവിടെ നിന്ന് എല്ലാവരും കൂടെ കെട്ടിയെടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി അവിടെ പ്രൊട്ടസ്റ്റ് തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി, ഇവിടെ കേരള BJPക്കും അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം അത് BJPയുടെ ഒരു ഭരണം നടക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് നേരെ കേന്ദ്രത്തിലേക്ക് പോയി. ആദ്യം പ്രഷർ കൊടുത്തു. അത് തന്നെ നമ്മുടെ ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ എല്ലാവരുമായിട്ട് ഇടപെട്ടു. ക്രിസ്ത്യൻ മിഷണറീസും ചർച്ചിൽ എല്ലായിടത്തും പോയി. ബിഷപ്പുമാരുടെ കൂടെ ഇരുന്നു. അപ്പോൾ ഇതിനിടയിൽ ബിഷപ്പുമാരുടെ ഒരു കമൻസ്, ചിലർ ഇനി ഈ കേസ് പരിഗണിച്ചിട്ട് മതി, ഞങ്ങളുടെ കന്യാസ്ത്രീകളെ വിട്ടയച്ചതിന് ശേഷം മതി ചായ കുടിക്കാൻ വരില്ലെന്നൊക്കെ. അപ്പോൾ അവിടെ ഒരു അതിശയമാണ് നടത്തിയതിൽ കൂടി നമ്മുടെ BJP പേടിച്ചു. കേരള BJP ഇവരെന്ത് ചെയ്തു, കേന്ദ്രത്തിൽ വിളിച്ചു. ഞങ്ങളെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അമിത്ഷാവിനെ വിളിച്ചു, കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കും, എല്ലാം ശരിയായി. പക്ഷെ അമിത്ഷാ നേരിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ അദ്ദേഹം ചെയ്തു എന്നുള്ളത്. പക്ഷെ കാര്യങ്ങൾ നടന്നു. കന്യാസ്ത്രീകളെ വിട്ടയച്ചു, ജാമ്യത്തിലിറങ്ങി. ജാമ്യത്തിലിറങ്ങി ഉപാധികളോടുകൂടി. ഉപാധികൾ എന്തെന്ന് വെച്ചാൽ ഇവരുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ
അവർക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ജാമ്യ സമയം വരയ്ക്കും, ജാമ്യത്തിൽ ആ കേസ് തീരുന്നത് വരെ അത് സബ്മിറ്റ് ചെയ്യണം. പാസ്പോർട്ട് ഉണ്ടാവണമല്ലോ. ഇവർ മത പ്രചരണത്തിനായിട്ട് അധികവും ഇന്ത്യക്ക് പുറത്ത് പോകാറുണ്ട്. ഇന്ത്യക്ക് പുറത്ത് പോകാൻ ഇനി പാടില്ല, കേസ് തീരുമാനിക്ക് പോകാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ ഉപാധി. പിന്നെ ഇവരുടെ അഡ്രസ്സ്, നിങ്ങൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു അവിടുത്തെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിരിക്കണം, എന്നെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ ഇവർ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത്. അപ്പോൾ കേരളത്തിലുള്ള 2 കന്യാസ്ത്രീമാരാണ് ഇവർ അതിനാണ് കേരളം ഇത്രയും തിളച്ചു മറിഞ്ഞത് ഇല്ലേ? പക്ഷേ ഇവരുടെ പെർമനന്റ് അഡ്രസ് ഒരാളുടെ മധ്യപ്രദേശാണ്, വേറൊരാളുടെ ആഗ്ര, ഉത്തർപ്രദേശ് പെർമനന്റ് അഡ്രസ്. അപ്പൊ ഇവരെ ജോലിക്ക് കൊണ്ടുപോകാൻ പോയത് 2 തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ഭോപ്പാലിലേക്കാണെന്നും പറയുന്നുണ്ട്, ആഗ്രയിലേക്കാണെന്നും പറയുന്നുണ്ട്. 2 പേരും 2 സ്ഥലത്തുള്ള ആൾക്കാർ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അത് അവിടെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ 50,000 രൂപ കെട്ടിവെക്കുക. പിന്നെ പറഞ്ഞത് 2 പേരുടെ ആൾജാമ്യം. ഇതൊക്കെ സാധാരണ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ ഈ കേസിന്റെ വിധി അല്ലെങ്കിൽ ഇതെല്ലാം കഴിയുന്നത് വരെ ഇവര് മീഡിയക്ക് ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാൻ പാടില്ല. ദൃശ്യമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയിലോ ഇതിനെ കുറിച്ചുള്ള വാർത്തകൾ അവർ ഒരു ഇന്റർവ്യൂസും കൊടുക്കാൻ പാടില്ല. ഇതിനെ സംബന്ധിച്ച് ഒരാൾക്കാരെ പറ്റി പാടില്ല. ഇതൊരു വലിയൊരു സംഭവമാണ് അവിടെ മീഡിയക്ക്. അതുകൊണ്ടാണ് മീഡിയ അപ്പം തന്നെ പോയത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മീഡിയ ഇത് കവർ ചെയ്യാണ്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ, ഇത്രയും വലിയ സംഭവം അവരെന്തായാലും പ്രൊജക്ട് ചെയ്ത് തന്നെ അവരെ കാണിച്ച് എല്ലാം ചോദിച്ച് ഇല്ലേ? ഇപ്പൊ ഇതൊരു കേസ് കാരണം അതുമില്ല. പിന്നെ ആവശ്യപ്പെടുമ്പോൾ എപ്പോഴും ആണെങ്കിലും അവർ ഹാജരാവണം. ഇതൊക്കെ സാധാരണ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനിതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലും ഉണ്ട് ജോലിക്ക് വരുന്ന ആൾക്കാർ ഇല്ലേ? ഇപ്പോൾ എത്രയോ പേര് തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞ സംഭവം വെച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ബംഗ്ലാദേശിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അവരൊക്കെ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്തോ ഇല്ലയോ? നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പക്ഷെ ഒരു കാര്യം, ഒരു ഏജന്റുമാർ നിന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നത് അതിന് വ്യവസ്ഥകളുമുണ്ട്. ഈ കന്യാസ്ത്രീമാർ എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? അവർ ദൈവത്തിൻ്റെ മാലാഖമാരാണ്, നമുക്കറിയാം. അവർ സംസാരിച്ചാലും പ്രവർത്തിച്ചാലും നല്ല രീതിയിൽ അവർ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ ഇതൊന്നും ചെയ്തില്ല, ഞങ്ങൾ നിരപരാധികളാണ്, ഇങ്ങനെയാണ് അവർ പറയുന്നത്. ആയിരിക്കാം, പക്ഷെ മതിയായ രേഖകളില്ലാണ്ട്. ഛത്തീസ്ഗഡ് ഇത് പറഞ്ഞ മാതിരി പണ്ട് മധ്യപ്രദേശിൻ്റെ അല്ലേ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇതിൻ്റെ എന്താണോ ലോ അത് തന്നെയാണ് ഇവിടെയും പാലിക്കേണ്ടത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1968 കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് കൊണ്ടുവന്ന ലോ പരിവർത്തന നിരോധന നിയമം ആണ്. അപ്പൊ അതിനനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ 60 ദിവസത്തെ ഒരു നോട്ടീസ് പീരീഡ് ഉണ്ട് അവർക്ക്. അഥവാ നിങ്ങൾക്ക് മതം മാറണം എന്നുണ്ടെങ്കിൽ 2 മാസം മുമ്പേ പോലീസിൽ അറിയിക്കുക. പോലീസിന് മജിസ്ട്രേറ്റിലേക്ക് പോവുക, മജിസ്ട്രേറ്റ് ആൻഡ് അഗ്രി ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ തിരിച്ച് പോലീസിന് കൊടുക്കുക. എഗെയിൻ ഈ 60 ഡേയ്സ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ആ രേഖകളോ ഇവർ ജോലിക്കാണ് പോകുന്നതെങ്കിൽ അതിനൊരു ലൈസൻസ് വേണം. ആ ലൈസൻസോ ഒന്നുമില്ല. പറയുമ്പോൾ അവർക്ക് അവരുടെ ഏജ് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സ് പോലും ഇല്ല കയ്യിൽ. അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പം ഇനിയിപ്പോൾ അതിൻ്റെ മറ്റേ ഇതെല്ലാം നടക്കുമായിരിക്കും, വിചാരണയിൽ എല്ലാം കണ്ടുപിടിക്കുമായിരിക്കും ഉണ്ടായിരുന്നോ ഇല്ലയോ അവരുടെ കയ്യിലുണ്ടോ. ഇതിലൊരു കുട്ടിയുടെ അമ്മ പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ജോലിക്കാണ് പോയത്, എൻ്റെ കുട്ടി അവർ ചെറുപ്പത്തിലേ ക്രിസ്ത്യൻസ് ആയിരുന്നു. ഞങ്ങൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, അവർ പാവങ്ങളാണ്, കന്യാസ്ത്രീകൾ, അവർ ഞങ്ങളെ ഒന്ന് പിടിച്ചോണ്ട് പോയതല്ല, ഞങ്ങൾ സ്വമേധയാ പോയതാണ്. ഇതിനെന്ത് പ്രൂഫാണ് ഉള്ളത് പ്രശാന്ത്? അവർ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു വീട് വെച്ചു, 5 ലക്ഷത്തിന് കടമുണ്ട്, എൻ്റെ കൊച്ച് അതിന് വേണ്ടിയിട്ടാണ് പോയത് പൈസ ഉണ്ടാക്കാൻ. ആ പൈസ ഉണ്ടാക്കാൻ പോയ കൊച്ച് അവർ എന്ത് പറയണേൽ എന്ത് വാസ്തവം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇല്ലേ? അപ്പം ഈ വിധി വരുന്നത് തന്നെ അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ന്യായത്തോട് നിൽക്കുന്ന സംഭവമാണ്. ഈ വിധിയിൽ എന്ത് ന്യായമാണുള്ളത് പ്രശാന്ത്? നിയമവിരുദ്ധമായിട്ടല്ലേ കോടതി തന്നെ കൊടുത്ത ഉത്തരവ്? കോടതിയെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇല്ല, അത് കാരണം ഞാൻ പറഞ്ഞ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത് ഒരു മിനിറ്റ്. കോടതിയെ സംബന്ധിച്ച് കോടതി ഇപ്പൊ ജാമ്യം കൊടുക്കുന്നത്, കോടതിക്ക് വിവേചനാധികാരമുണ്ട്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം ചെയ്തു എന്ന് മനസ്സിലായെങ്കിലും ഒരാളിനെ അന്യായമായിട്ട് തടങ്കലിൽ വെക്കാൻ പാടില്ല. സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ കേസ് അന്വേഷണമൊക്കെ ഏതാണ്ട് കൃത്യമായിട്ട് പൂർത്തിയായി. ഇനി അവസാനത്തെ കുറച്ച് നടപടിക്രമങ്ങളേ ഉള്ളൂ വിചാരണ ആരംഭിക്കാൻ വേണ്ടി. അപ്പോൾ അതുവരെ ആ വിചാരണ ആരംഭിക്കുന്നത് വരെ ഇവരെ വെറുതെ തടവിലിടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണ് കോടതി ജാമ്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ കേസ് അന്വേഷണം പൂർത്തിയാക്കാതെ നീണ്ടുപോകുന്നു. അങ്ങനെ നീണ്ടുപോകുമ്പോഴാണ് 90 ദിവസത്തിൽ കൂടുതൽ ഒരാളെ റിമാൻഡ് ചെയ്യാൻ വകുപ്പില്ല. കാരണം ഇവിടെ പോലീസ് കസ്റ്റഡിയിൽ ചോദിച്ചില്ല. ഇവരെ കസ്റ്റഡിയിൽ അവർക്ക് അന്വേഷണം പൂർത്തിയായിട്ടുണ്ടാവും.
അതിനെ കുറച്ച് കൂടുതൽ വിവരമൊന്നും വന്നിട്ടില്ല. അവരെന്തായാലും കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസുകാർ പറഞ്ഞുമില്ല. കാരണം അത് പറയാത്ത കാരണം ഈ പിടിച്ചുകൊണ്ട് പോയ പോലീസുകാർ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? കാരണം അവർക്ക് പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.